പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്സദഖത്തു റദ്ദുൽ ബലായ, സദഖ വിപത്തുകളെ തട്ടിമാറ്റും. ഏതു മാരക രോഗത്തെയും മാറ്റാനുള്ള പവർ സദഖയ്ക്കുണ്ട്. ഉണ്ടാ പക്കറ്റുണ്ടോ? ഇല്ലേ? ഇല്ലെങ്കിൽ വേണ്ട. ഇല്ലേ? ഉണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് മാരക രോഗത്തെയും തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സദഖ കൊണ്ട് ചികിത്സിക്ക്, നിങ്ങളുടെ രോഗങ്ങളെ നിങ്ങൾ സദഖ കൊണ്ട് ചികിത്സിക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, സംഘാടകർ മുന്നിലേക്ക് കടന്നു വരികയാ. എഴുന്നേറ്റ് പോകേണ്ടവർക്ക് എഴുന്നേറ്റ് പോകാം, ഉറക്കം നടിക്കുന്നവർക്ക് ഉറക്കം നടിക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്നല്ലേ എഴുന്നേറ്റ് പോകാൻ പറ്റുകയുള്ളൂ. അസ്റായിൽ വരുമ്പോ എവിടെയും പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പടച്ചവന്റെ ഇൽമു പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് വേണ്ടിയാ, ചോർന്നൊലിക്കുന്ന ഒരു മദ്രസയ്ക്ക് വേണ്ടിയാണ്. 50ാമത്തെ വാർഷികമാണ്. പടച്ചവനെ ഇന്ന് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഈ ജമാഅത്തിന്റെ പരിപാലന സമിതിയുണ്ടല്ലോ, ഇവിടെ നീ നാടുകളിൽ നിന്ന് പഠിക്കാൻ പോയ ആലിമീങ്ങളായ പണ്ഡിതന്മാർ, അൽ ഉലമാ വറസത്തുൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ അനന്തര അവകാശികളായ ആലിമീങ്ങൾ, ആലിമീകളെ ആദരിക്കുന്നത് കണ്ടല്ലോ. അല്ലാഹുവേ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. വലിയ പ്രതിഫലമാ സഹോദരാ, വലിയ പ്രതിഫലമാണ്. അതുകൊണ്ട് അവര് ബക്കറ്റുമായി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. വെറും കയ്യോടെ മടക്കല്ലേ. അല്ലാഹുവിന് വേണ്ടിയാണ്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. അസ്സദഖത്തു റദ്ദുൽ ബലായാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന മാരകമായ ക്യാൻസർ പോലെ, ട്യൂമർ പോലെയുള്ള മാരക രോഗങ്ങളെ തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയും സഹോദരാ. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുത്തോ. ഒരാള് പോലും കൊടുക്കാതിരിക്കരുത്, ഒരാള് പോലും കൊടുക്കാതിരിക്കരുത്. അല്ലാഹു തന്നതിൽ നിന്ന് കൊടുത്തോ. പെങ്ങളെ, 6 വയസ്സുള്ള ഒരു കുഞ്ഞിന് ക്യാൻസർ ആണ്, ദുആ ചെയ്യണേ എന്ന് വാട്സപ്പിലെ മെസ്സേജ് ഇട്ടിരിക്കുകയാ. 6 വയസ്സുള്ള തന്റെ പൊന്നുമോൾക്ക് ഉസ്താദേ ബ്ലഡ് ക്യാൻസർ ആണ്, അല്ലാഹുവേ ശിഫ കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ. പെങ്ങളെ, നിസാരമേ ഉള്ള മോള്, എപ്പോഴെങ്ങനെയാ വരുന്നതെന്നറിയില്ല. നിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ആ രോഗത്തിന്റെ അണുക്കളുണ്ടെങ്കിൽ ഈ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് തികയൂല. നീ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാൽ മാറാത്ത രോഗങ്ങൾ വന്നാൽ എന്ത് ചെയ്യും മുസ്ലിമേ? അതുകൊണ്ട് നീ സമ്പാദിച്ചത് മുഴുവനും കൊടുക്കണ്ട. അല്ലാഹു തന്നതിൽ നിന്ന് ഒരൽപ്പം നിനക്ക് കൊടുക്കാൻ കഴിയുമോ? റഹീമായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, കാരുണ്യക്കടലായ അല്ലാഹ്, ആരെല്ലാ സദഖ കൊടുക്കുന്നുണ്ടോ മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്, രക്ഷപ്പെടുത്തണേ അല്ലാഹ്, സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാഹ്.